Good morning, my dears. Welcome back to Hindi class. All of you take your textbook, page number 51. Page number 51. Today we will continue the 7th chapter, Bhaichara. Do you remember the story? ഈ സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ചാപ്റ്ററിൽ എന്താ സുനിൽ എന്ന് പറഞ്ഞു, കരീം എന്ന് പറഞ്ഞു, രണ്ട് കുട്ടികളുണ്ട് അല്ലെ. ഇവര് ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോ സുനിൽ ഒരു ദിവസം എന്ത് ചെയ്തു? അവൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കരീമും അവിടെ ഹോട്ടലിൽ എന്താ പാത്രം കഴുകുന്നു ജോലി ചെയ്യുന്നത് കണ്ടു. അപ്പൊ അവന് ഹോട്ടലിൽ കയറി അല്ലേ. फर्स्ट पैराग्राफ हम then balance. और अब listen. क्या लाऊं साहब? करीम ने पूछा. फिर उसे देखकर टिटक गया. करीम, तुम होटल में कब से नौकरी करने लगे? अभी कुछ ही दिनों से. क्यों? ऐसे ही. आपके लिए क्या लाऊं? करीम ने नीचे देखते हुए धीरे से पूछा. नेक्स्ट. तुम्हारे अब्बू ने क्या तुम्हें घर से? मेरी अब्बू तो मर गए. सुनील की बात काटते हुए करीम बोला. किराया बाकी था, इसलिए मकान मालिक ने घर से निकाल दिया और सब सामान देख लिया. मुस्कुराते हुए करीम बोला. अबे करीम, वहां गधा क्या कर रहा है? होटल मालिक चिल्लाया. करीम तेजी से वहां से चल दिया. सुनील ने एक क्षण सोचा और उड़कर करीम का हाथ पकड़ते हुए बोला. अब तुम यह नौकरी नहीं करोगे तो फिर क्या करूंगा? तुम मेरे साथ रहना और पढ़ना. नहीं, मैं तुम्हारे साथ नहीं आऊंगा. करीम, तो वहां क्यों खड़ा है? होटल मालिक फिर चिल्लाया. करीम, अब तुम्हारे होटल पर नौकरी नहीं करेगा. सुनील करीम के साथ होटल मालिक के पास जाकर बोला. नौकरी नहीं करेगा तो क्या करेगा? होटल मालिक हंसता हुआ बोला. यह मेरा छोटा भाई है, मेरे साथ रहकर पढ़ेगा. सुनील बोला. मुझे नौकरों की कमी नहीं है. यह जाना चाहता है तो ले जाओ. होटल मालिक बोला. तुम्हारे मम्मी पापा? वे बहुत खुश हो गए. करीम की बात काटते हुए सुनील बोला. वे दोनों घर की ओर निकले. घर पहुंचकर सुनील ने अम्मी से सारी बातें बता दी. फर्स्ट എന്ത് ചെയ്തു? സുനിൽ ആ ഹോട്ടലിൽ കയറി അവിടെ ഒരു സീറ്റിൽ പോയിരുന്നു. അപ്പോഴെന്ത് ചെയ്തു? കരീം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ ടേബിളിന്റെ മേലെ കൊണ്ടുവച്ചു അല്ലേ. കരീം സുനിലിനോട് ചോദിക്കുകയാണ്, എന്താ കൊണ്ടുവരേണ്ടത്? സാറേ, കരീമിനെ പൂച്ച. കരീം ചോദിച്ചു. അതും ചോദിച്ച് ഇവനെ കണ്ടപ്പോൾ, സുനിലിനെ കണ്ടപ്പോൾ അവൻ ഞെട്ടി. കരീം, तुम होटल में कब से नौकरी करने लगे? वो सुनील ചോദിച്ചു കരീമിനോട്. तुम होटल में നീ ഹോട്ടലിൽ കബ് से എന്ന് മുതലാണ്
നൗക്കരി കർണയിലേക്ക് ജോലി ചെയ്യാൻ തുടങ്ങിയത്? നീ എന്നു മുതലാണ് ഹോട്ടലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് എന്ന് സുനിൽ കരീമിനോട് ചോദിച്ചു. അപ്പൊ കരീം എന്താ പറഞ്ഞത്? അബി കുച്ച് ഹി ദിനോ സേ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. അപ്പൊ പിന്നെ സുനിൽ ചോദിച്ചു, ക്യോ, എന്തുകൊണ്ട്? ഐസേഹി, ഐസേഹി, അങ്ങനെ തന്നെ. ആക്കിയാലാവും, താങ്കൾക്ക് ഇപ്പൊ എന്താ കൊണ്ടുവരേണ്ടത്? അപ്പൊ ഇവന്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ താങ്കൾക്ക് ഇപ്പൊ എന്താ കൊണ്ടുവരേണ്ടത്? കരീം നീച്ചെ देखते हुए धीरे से पूछा. കരീം നീച്ചെ, താഴോട്ടേക്ക് നോക്കി, ധീരെ സാവധാനം സുനിലിനോട് ചോദിച്ചു. അങ്ങനെ തന്നെ, എന്താ താങ്കൾക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് സുനിലിനോട് കരീം ചോദിച്ചു. നെക്സ്റ്റ് പേജ്. തുമാരെ അപ്പു ने क्या तुम्हें घर से, ഇവൻ ചോദിക്കുക, തുമാരെ അപ്പു, നിന്റെ ഫാദർ, क्या तुम्हें घर से, എന്താ നിന്റെ വീട്ടിൽ നിന്നും, അതായത് വീട്ടിൽ നിന്നും ജോലിക്ക് വിട്ടോ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും എത്രത്തോളം പറഞ്ഞു. അപ്പൊ അവന് വീട്ടിൽ നിന്നും എന്ന് ചോദിച്ചപ്പോഴേക്കും കരീം പറഞ്ഞു, മേരി അബു തോ മർ ഗയേ, എന്റെ ഫാദർ മരിച്ചുപോയി. സുനിൽ की बात काटते हुए കരീം बोला, സുനിലിന്റെ സംസാരത്തിന്റെ ഇടയ്ക്ക് കയറി കരീം പറഞ്ഞു, കിരായ ബാക്കിദ, എന്താ കിരായ, റെന്റ്, അവര് വാടകയ്ക്ക് ഒരു വീട്ടിലായിരുന്നു നിന്നിരുന്നത്. കിരായ ബാക്കിദ, അപ്പൊ വാടക കൊടുക്കാനുണ്ടായിരുന്നു, റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. ഇസ്ലിയെ, ഇതുകൊണ്ട് മകാൻ മാലിക്കിനെ, ആ ഹൗസ് ഓണർ घर से निकाल दिया, നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വീടിന് വാടക കൊടുക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് ആ വീട്ടുടമസ്ഥൻ ഞങ്ങളുടെ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഫാദർ മരിച്ചു പോയി, പിന്നെ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഔർ സബ് സാമാൻ രഖിയ, അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഹൗസ് ഓണർ എടുക്കുകയും ചെയ്തു. മുസ്കുരാത്തെ ഹുയെ കരീം പോലെ, പുഞ്ചിരിച്ചുകൊണ്ട് കരീം പറഞ്ഞു. അപ്പോഴേക്കും, അപ്പേ കരീം, എടോ കരീമേ, വഹാം ബഡാ ക്യാ കർ രഹാ ഹൈ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്? ഹോട്ടൽ മാലിക് ചില്ലായ, അപ്പൊ ആ ഹോട്ടലിലെ മാലിക്, ഉടമസ്ഥൻ ചില്ലായ, അയാൾ ഷൗട്ട് ചെയ്യാണ്, അയാൾ അലറുകയാണ്. എന്താ എടാ കരീമേ, നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്താ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. കരീം തേജി സെ വഹാം സെ ചൽ ദിയ, അപ്പൊ മുതലാളി, ഹോട്ടൽ മുതലാളി വഴക്ക് പറഞ്ഞപ്പോഴേ, അലറിയപ്പോഴേ കരീം എന്ത് ചെയ്തു? തേജി സെ, സ്പീഡിൽ നിന്നും അവിടെ നിന്നും ചൽദി, അവിടെ നിന്നും പോയി. സുനിലിനെ ഏക് ക്ഷൺ സോച്ച, സുനിൽ ഒരു ഏക് ക്ഷൺ, മോമെന്റ്, ക്ഷൺ മീൻസ് മോമെന്റ്, ഒരു നിമിഷം ചിന്തിച്ചു. ആ കൊടുക്കാൻ, പിന്നെ എണീറ്റ് കരീം കാ ഹാത്ത് പകർത്തെ ഹുയെ ബോല, കരീമിന്റെ കൈ പിടിച്ചുകൊണ്ട് ബോല പറഞ്ഞു, अब तुम यह नौकरी नहीं करोगे, अब तुम यह नौकरी जॉब नहीं करोगे, നീ ജോലി ചെയ്യരുത്. അപ്പോ അവൻ ചോദിച്ചു, तो फिर क्या करूंगा, പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ സുനിൽ പിന്നെ പറഞ്ഞു, तुम मेरे साथ रहना, നീ എന്റെ കൂടെ താമസിക്കുക, और പഠിന, എന്നിട്ട് പഠിക്കുക, എന്റെ കൂടെ താമസിക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ കരീം എന്താ പറഞ്ഞത്? നെഹി മേ തുമാരെ സാത്ത് നെഹി ആവുക, ഞാൻ തുമാരെ സാത്ത്, എന്റെ കൂടെ നെഹി ആവുക, ഞാൻ എന്റെ കൂടെ വരില്ല. അപ്പോഴേക്കും പിന്നെ കരീം തും വഹാം ക്യോ ഖടാ ഹൈ, കരീമേ നീ എന്താ അവിടെ നിൽക്കുന്നത്? ഹോട്ടൽ മാലിക് ഫിർ ചില്ലായ, ആ ഹോട്ടലിലെ ഓണർ, ഉടമസ്ഥൻ പിന്നെയും ചില്ലാനാണ്, ഷൗട്ട്, അലറി. കരീം अब तुम्हारे होटल पर नौकरी नहीं करेगा, കരീം അബ്, ഇനി മുതൽ തുമാരെ ഹോട്ടൽ പർ, നിങ്ങളുടെ ഹോട്ടലിൽ നൗക്കരി നഹി കരേഗ, ഇനി ഒരു ജോലിയും ചെയ്യില്ല, നിങ്ങളുടെ ഹോട്ടലിലെ ജോലി ഇനി മുതൽ കരീം ചെയ്യില്ല.
सुनील करीम के साथ होटल मालिक के पास जाकर बोला. സുനിൽ കരീമിന്റെ കൂടെ ഹോട്ടൽ മാലിക് ഹോട്ടൽ മുതലാളിയുടെ അടുത്ത് പോയി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇനി നിങ്ങളുടെ ഹോട്ടലിലെ ജോലി കരീം ചെയ്യില്ല എന്ന് പറഞ്ഞു. നൗകരി നെഹി കരേഗാ തോ ക്യാ കരേഗാ? നൗകരി ജോലി ചെയ്യില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? നൗകരി നെഹി കരേഗാ തോ ജോലി ചെയ്യില്ലെങ്കിൽ ക്യാ കരേഗാ പിന്നെ എന്ത് ചെയ്യാനാ? ഹോട്ടൽ മാലിക് ഹസ്താ ഹുവാ ബോല. ഹോട്ടൽ മുതലാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജോലി ചെയ്യില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ യഹ് മേരാ ചോട്ടാ ഭായി ഹേ, ഇത് എന്റെ ചോട്ടാ ഭായി ഹേ, എന്റെ ചെറിയ ബ്രദറാണ്. മേരെ സാത്ത് രഹ്കർ പഠേഗ, എന്റെ കൂടെ താമസിച്ച് പഠിക്കും. സുനിൽ ബോല. സുനിൽ എന്ത് പറഞ്ഞു? ഇത് എന്റെ ചെറിയ ബ്രദറാണ്, എന്റെ കൂടെ താമസിച്ച് പഠിക്കും എന്ന് സുനിൽ പറഞ്ഞു. मुझे नौकरों की कमी नहीं है, जाना चाहता है तो ले जाओ. എനിക്ക് നൗകരോं की कमी नहीं है, എനിക്ക് ജോലിക്കാരുടെ കുറവില്ല. जाना चाहता है तो, ഇത് പോവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ലേ ജാവോ, കൊണ്ടുപോയിക്കോ. ഹോട്ടൽ മാലിക് ബോല. ഹോട്ടൽ മുതലാളി പറഞ്ഞു, എനിക്ക് ജോലിക്കാരുടെ കുറവൊന്നുമില്ല, ഇവരെ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. തുമാരെ മമ്മി പപ്പ, കരീം ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ എന്നുള്ള പോലെ ചോദിച്ചു. വേ ബഹുത് ഖുശ് ഹോ ഗയേ, അവർക്ക് വളരെയധികം ഖുശ് ഹോ ഗയേ, സന്തോഷമാകും. കരീം കി ബാത്, കരീമിന്റെ ഈ പറച്ചിൽ, കാട്ടത്തെ ഹുയി, അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട്, ഇടയിൽ കയറി പറയുന്നതിനാണ് ബാത് കാട്ട് എന്ന് പറയുന്നത്. സുനിൽ ബോല, അതായത് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞപ്പോഴേക്കും ഇവരെന്ത് പറഞ്ഞു? ബഹുഷോകെ, അവർക്ക് വളരെ സന്തോഷമാകുന്ന ഇടയിൽ കയറി പറഞ്ഞു. വേദോനോ ഗർക്കിയോ നിക്കലെ, അവർ രണ്ടുപേരും വീടിന്റെ നേരെ നടന്നു. ഗർ പഹുഞ്ചിക്കർ, വീട്ടിലെത്തി. സുനിൽ അമ്മി സെ സാരി ബാത്തേം ബത്താത്തി, അവന്റെ മമ്മിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, ഡു യു ലൈക്ക് ദി സ്റ്റോറി? സ്റ്റോറി ചാപ്റ്റർ നന്നായിട്ട് വായിക്കാം. ശബ്ദാർത്ഥ മീനിങ്സ്. കിരായ, വാടക, മകാൻ മാലിക്, ഹൗസ് ഓണർ, निकाल देना, expect, expect, दिया मीन्स एक्सपेल पुറത്താക്കുക, निकाल देना. मुस्कुराना, मुस्कुराना, പുഞ്ചിരിക്കുക, मुस्कुराना, स्माइल. चिल्लाना, शाउट, अलग, चिल्लाना,
to shout. Moment. Nimisha. Verb partner interrupt. Verb partner interrupt. കയറി പറയും. Okay. കിരായ റെന്റ് വാടക, മകാൻ മാലിക് ഹൗസ് ഓണർ, നിക്കാൽ ദേന ടു എക്സ്പെക്ട് പുറത്താക്കുക, മുസ്കുരാന സ്മൈൽ, ചില്ലാന to shout അലറുക, ക്ഷണം moment, verb partner to interrupt. ഓരോ വേർഡ്സും 5 ടൈംസ് നോട്ട്ബുക്കിൽ നീറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ. Then listen once again. All of you take your textbook. Read with me. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അറിയാത്ത വേർഡ്സ് ശ്രദ്ധിക്കുക. क्या लाउन सा? करीम ने पूछा. फिर उसे देखकर टिटक गया. करीम, तुम होटल में कब से नौकरी करने लगी? अभी कुछ ही दिनों से. क्यों? ऐसे ही. आपके लिए क्या लाओ? करीम ने नीचे देखते हुए धीरे से पूछा. तुम्हारे अब्बू ने क्या तुम्हें घर से? मेरी अब्बू तो मर गए. सुनील की बात काटते हुए करीम बोला. किराया बाकी था, इसलिए मकान मालिक ने घर से निकाल दिया और सब मकान सामान देख लिया. मुस्कुराते हुए करीम बोला. अबे करीम, वहां गधा क्या कर रहा है? होटल मालिक चिल्लाया. करीम तेजी से वहां से चल दिया. सुनील ने एक क्षण सोचा और उठकर करीम का हाथ पकड़ते हुए बोला. अब तुम यह नौकरी नहीं करेगा. करोगी तो फिर क्या करूँगा? तुम मेरे साथ रहना और पढ़ना. नहीं, मैं तुम्हारे साथ नहीं आऊंगा. करीम, तुम वहां क्यों गड़ा है? होटल मालिक फिर चिल्लाया. करीम अब तुम्हारे होटल पर नौकरी नहीं करेगा. सुनील करीम के साथ होटल मालिक के पास जाकर बोला. नौकरी नहीं करेगा तो क्या करेगा? होटल मालिक हंसता हुआ बोला. एक मेरा छोटा भाई है, मेरे साथ रहकर पढ़ेगा. सुनील बोला. मुझे नौकरों की कमी नहीं है. जाना चाहता है तो ले जाओ. होटल मालिक
ओला। तुम्हारे मम्मी पापा वे बहुत खुश हो गए। करीम की बात काटते हुए सुनील बोला। वे दोनों घर की ओर निकले। घर पहुंचकर सुनील ने अम्मी से सारी बातें बताई। Are you understand? Have any doubt? Okay. Okay, we will meet in our next class. Thank you. Thank you, children.